നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് പതിവുപോലെ പരിഹാരം നിർദ്ദേശിക്കുന്നു. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രനാണ് ഈ എപ്പിസോഡിലും പങ്കെടുക്കുന്നത്. നിഫ്റ്റി 5300 മുകളിൽ തുടരുന്നു. 5366 വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. 17691 സെൻസെക്സിൻ്റെ ക്ലോസിംഗും ഉണ്ടായി. വെള്ളിയാഴ്ച വിപണിയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. CAG റിപ്പോർട്ട് പാർലമെൻറ്റിൽ വന്നു. പ്രത്യേകിച്ചും കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കേന്ദ്ര സർക്കാരിനുണ്ടായി എന്ന CAG റിപ്പോർട്ട് പുറത്തു വന്നു. റിലയൻസ് പവറിന് വഴിവിട്ട സഹായം ഇതുമൂലം ലഭിച്ചു എന്നും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഈ സ്റ്റോക്കിൽ ഗണ്യമായ ഇടിവ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ മറ്റു ചില സ്റ്റോക്കുകളിലും ഇതിൻ്റെ സമ്മർദ്ദം നേരിടുന്നത് വെള്ളിയാഴ്ച കണ്ടതാണ്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റിപ്പോർട്ടാണ്. സ്വാഭാവികമായിട്ടും ഇതും വിപണിയെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഓഹരി വിപണിയിൽ സജീവമാണ്. നിരവധി മറ്റ് അനുകൂല ഘടകങ്ങളും വിപണിക്കുണ്ട്. ഇൻഫ്ലേഷൻ നിരക്ക് കുറയുന്നതും ഈ വാരം നമ്മൾ കണ്ടു. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നു. $110 മുകളിലേക്ക് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ എത്തി. നിരവധി ഘടകങ്ങളുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ആദ്യം വീക്ക്ലി ക്ലോസിംഗ് ഒന്ന് പരിശോധിക്കാം. 5366 നിഫ്റ്റിയുടെ ക്ലോസിംഗ്. മാർക്കറ്റ് ലാസ്റ്റ് വീക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. മാർക്കറ്റ് വളരെ നാരോ റേഞ്ച് മൂവ്മെൻ്റ് ആയിരുന്നു. കൃത്യമായൊരു ഡയറക്ഷൻ ഇല്ലാത്തൊരു മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ മേജറായിട്ടുള്ള ഇക്കണോമിക് ന്യൂസുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. പ്യുവർലി ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. ലാസ്റ്റ് വീക്കും ക്യാഷ് മാർക്കറ്റിൽ FIs 1000 crore ബൈയിങ് സൈഡിലാണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും സെല്ലിംഗ് സൈഡിലല്ല എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. ഇവിടെ പ്രധാനമായിട്ടും വരാനിരിക്കുന്ന ന്യൂസുകളാണ്. മാർക്കറ്റിന് വളരെയധികം പ്രതീക്ഷകളാണ്. കാരണം അത് ഗവൺമെൻറ് അനൗൺസ് ചെയ്യാനിരിക്കുന്ന FIsനെ അട്രാക്റ്റ് ചെയ്യാനും ഇക്കണോമിക് ക്രൈസിസിൽ ഓവർകം ചെയ്യാനുമുള്ള ഗവൺമെൻറ് അനൗൺസ് ചെയ്യും എന്നുള്ള ചില പോളിസികളിലാണ് മാർക്കറ്റിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ഇപ്പോഴും മാർക്കറ്റിനെ പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ മാർക്കറ്റിൽ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായില്ല. അതുപോലെ ഇൻഫ്ലേഷൻ, മേജർ എക്കണോമിക് ന്യൂസ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനായിരുന്നു. ഇൻഫ്ലേഷൻ 7.25 നിന്നും 6.8 കുറഞ്ഞു വന്നു. RBI ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. RBIയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള മെഷേഴ്സ് വന്നിട്ടില്ല. ഇതും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രധാനമായിട്ടും FIsനെ അട്രാക്റ്റ് ചെയ്യാനായി ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന പദ്ധതികളിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് FIs ബൈയിങ് സൈഡിൽ വരുന്നതും മാർക്കറ്റ് ഇപ്പോഴും പോസിറ്റീവ് സോണിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നതും. ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റിന് സ്ട്രെങ്ത് ഉണ്ട്. മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. പക്ഷേ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലാണ് മൂവ് ചെയ്യുന്നത്. കാരണം ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ RBIയുടെ ഭാഗത്ത് നിന്ന് ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് 3 months ആയിട്ട് റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഇതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ഇതിൻ്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ഈ പോസിറ്റീവ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സജീവമാണെന്ന് പറഞ്ഞ FIയുടെ ആക്ടിവിറ്റീസ് എത്രത്തോളമുണ്ട് മുൻ ആഴ്ചകളെ താരതമ്യപ്പെടുത്തുന്നത്? FIs ഞാൻ പറഞ്ഞല്ലോ 1000 crore ആണ് ലാസ്റ്റ് വീക്ക് ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ്. അതുപോലെ ഫ്യൂച്ചർ മാർക്കറ്റിൽ FIs വളരെ ആക്റ്റീവാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലല്ല എന്നുള്ളത് നമ്മൾക്ക് പോസിറ്റീവായിട്ട് കാണാം. ഓവറോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് ഇപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് മാർക്കറ്റിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. പ്യുവർലി ഒരു ലിക്വിഡിറ്റി ഡ്രിവൺ ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ്. FIസിൻ്റെ ഈ ക്യാഷ് ഫ്ലോ കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ലോവർ ലെവലിൽ പോകാതെ ഇപ്പോഴും ആ പോസിറ്റീവ് ക്ലോസിംഗ് 5300 മുകളിൽ ക്ലോസിംഗ് വന്നതിൻ്റെ പ്രധാന റീസൺ ഈ FIസിൻ്റെ ഒരു ബൈയിങ് തന്നെയാണ്. ടെക്നിക്കലി എങ്ങനെ കാണാം? ഇപ്പോൾ ടെക്നിക്കലി 5250 240 എന്ന് പറയുന്ന ഒരു ലെവൽ തന്നെയാണ് ടെക്നിക്കലി ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5300 ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു മേജർ അപ്സൈഡ് ഒന്നും നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു ലാസ്റ്റ് വീക്ക് മാർക്കറ്റിൽ ഒരു വളരെ നാരോ റേഞ്ച് മൂവ്മെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ മേജറായിട്ടുള്ള എക്കണോമിക് ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ CAG റിപ്പോർട്ടിനൊന്നും മാർക്കറ്റിൽ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സ്റ്റോക്കുകളിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കണ്ടു എന്നല്ലാതെ മേജറായിട്ടുള്ള ഒരു ന്യൂസ് മേജറായിട്ട് മാർക്കറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അതിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും മാർക്കറ്റ് വീണ്ടും ഇപ്പോഴത്തെ നിലയിൽ കുറച്ചൊരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പർ സൈഡ് എന്ന് പറയുന്നത് 5400-450 എന്ന് പറയുന്ന ഒരു ലെവൽ വരെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ആ ഒരു ലെവൽ പ്രോഫിറ്റ് ബുക്കിങ്ങിന് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. പല സ്റ്റോക്കുകളും വളരെയധികം ഹയർ ലെവലിലേക്ക് പോയി. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 4% ബെറ്റർ ആയിരുന്നു. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ സെയിൽസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഓട്ടോമൊബൈൽ കമ്പനിയായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വളരെയധികം പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്ത് പലപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. KG ബേസിൽ D6-ൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഗവൺമെൻറ് ഒരു കണ്ടീഷണൽ അപ്രൂവൽ കൊടുത്തത് ഈ സ്റ്റോക്കിൽ ലാസ്റ്റ് 2 weeks ആയിട്ട് വളരെ പോസിറ്റീവായിരുന്നു. ലാസ്റ്റ് വീക്ക് 4% ബെറ്റർ ആയിരുന്നു. ഓവറോൾ ഈ രണ്ട് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തത്. അതുപോലെ ഹിൻഡാൽകോ
വീണ്ടും 7% ഡൗൺ സൈഡിലേക്ക് പോയി. ഇതിൻ്റെ ഒരു റീസൺ വളരെ മോശമായിട്ടുള്ള റിസൾട്ടായിരുന്നു. അങ്ങനെ ഓവറോൾ മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രെൻഡാണ്. ചില സ്റ്റോക്കുകൾ വളരെ പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചില സ്റ്റോക്കുകൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ. അതിൻ്റെ പ്രധാന റിസൾട്ടിനനുസരിച്ച് റിസൾട്ട് സീസൺ ആണല്ലോ, അപ്പോൾ ആ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വളരെ മോശം റിസൾട്ട് വരുന്ന കമ്പനികളിൽ സെല്ലിംഗ് പ്രഷർ നമ്മൾ കാണുന്നു. അതുപോലെ ചില പോളിസി അനൗൺസ്മെൻറ്റ്, അതിലേക്ക് ചില നല്ല റിസൾട്ട് വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് കാണുന്നു എന്ന് വേണം നമ്മൾക്ക് കരുതാനായിട്ട്. അതുപോലെ ITC ആയിരുന്നു. ITCയിലും വലിയൊരു കറക്ഷൻ നേരിട്ടു. അത് ഓസ്ട്രേലിയയിൽ ഈ സിഗരറ്റ് കമ്പനികൾ അവരുടെ എംബ്ലം ലോഗോ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു ഡിസിഷൻ വന്നു. അത് ഗ്ലോബലി വരികയാണെങ്കിൽ ഈ കമ്പനികളിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരാം. അതൊക്കെയായിരുന്നു ITC പോലെയുള്ള സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള ഒരു പ്രധാന റീസൺ. ഇൻഫ്ലേഷൻ കുറഞ്ഞു വന്നു. പ്രത്യേകിച്ച് മാർക്കറ്റ് എസ്റ്റിമേറ്റിനേക്കാളും താഴെ ആണ് ഇൻഫ്ലേഷൻ നിരക്ക് വന്നത്. സ്വാഭാവികമായിട്ടും നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച പ്രതീക്ഷ വീണ്ടും വിപണിയിൽ ശക്തമായിട്ടില്ലേ? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് അങ്ങനെ വലിയൊരു പ്രതീക്ഷ മാർക്കറ്റിൽ ഇല്ല എന്ന് തോന്നുന്നു. റീസെൻറ്റ് ഡിസ്കഷനിലൊന്നും റേറ്റ് കട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ RBIയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കുറയ്ക്കാനുള്ള ചില മെഷേഴ്സ് വരും. മൺസൂണിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. മൺസൂൺ എങ്ങനെ ഇന്ത്യയിൽ റിഫ്ലക്റ്റ് ചെയ്യും അതിനെക്കുറിച്ചുള്ള ചിലപ്പോൾ സ്റ്റഡി നടക്കുകയായിരിക്കാം. വളരെ നല്ലൊരു മൺസൂൺ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും RBIയുടെ ഭാഗത്തു നിന്നും ഒരു റേറ്റ് കട്ട് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പലപ്പോഴും റേറ്റ് കട്ട് കൊണ്ടുവന്ന് വീണ്ടും കൂട്ടുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു സൈനല്ല. അതുകൊണ്ടായിരിക്കാം ഒരു പേഷ്യൻസ് കാണിക്കുന്നത്. വളരെ നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി കത്തുകളിലേക്ക് കടക്കാം. നിരവധി കത്തുകൾ ഈ ലക്കവുമുണ്ട്. ആദ്യ മെയിൽ ശ്രീ സന്തോഷ് രാഘവൻ്റേതാണ്. അദ്ദേഹം ഒരു ഡേ ട്രേഡറാണ്. വളരെ സജീവമായി വിപണിയിൽ ഡേ ട്രേഡിങ്ങിൽ ഏർപ്പെടുന്നു. അതിൻ്റെ നേട്ടവും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മാർക്കറ്റ് വാച്ചിൻ്റെ ടെക്നിക്കൽ ലെവലുകൾ അദ്ദേഹത്തിന് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് മാർക്കറ്റ് വാച്ച് ഡേ ട്രേഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാത്തത് എന്നാണ് ശ്രീ സന്തോഷ് രാഘവൻ ചോദിക്കുന്നത്. പ്രത്യേകിച്ചും നേട്ടം നിരവധി പേർക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാർക്കറ്റ് വാച്ച് അതിനോട് താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ട്? അഭിലാഷ്, എനിക്ക് തോന്നുന്നത് നേട്ടം എന്ന് പറയുന്നത് ഡേ ട്രേഡിങ്ങിൽ നേട്ടം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ 98% ആളുകളും പൈസ നഷ്ടപ്പെടുത്തുകയാണ് ഡേ ട്രേഡിങ്ങിലൂടെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡേ ട്രേഡിങ്ങിൽ പൈസ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യാൻ ഒരു ഡേ ട്രേഡർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, അതും കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് സാധിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ, ഇദ്ദേഹം സന്തോഷ് അതിൽ ഗെയിൻ ചെയ്ത ആളാണെന്ന് പറയുന്നു, വളരെ നല്ലത്. പക്ഷെ അദ്ദേഹത്തെ പോലെ എല്ലാ നിക്ഷേപകർക്കും ആ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ വരും ഡേ ട്രേഡിങ്ങിൽ. ഞാൻ കണ്ടിടത്തോളം 98% ആളുകളും ഡേ ട്രേഡിങ്ങിൽ പൈസ നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ലാസ്റ്റ് 3 months ബാക്ക് ഇതിൻ്റെ റേറ്റ് 330 ആയിരുന്നു. ഈ ഒരു ലെവൽ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ്. ഗ്ലോബലി ഇവരുടെ സെയിൽസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. 330 ലെവലിൽ നിന്നും വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെല്ലിംഗ് വന്നു. ഗ്ലോബലി അവരുടെ സെയിൽസ് മോശമായി, റിസൾട്ട് മോശമായി. നമ്മൾ കണ്ടു 210 ലെവൽ വരെ സ്റ്റോക്ക് വന്നു. അപ്പോൾ നോർമലി ഒരു ഇൻവെസ്റ്റർ ഒരു 330-ക്കോ 320-ക്കോ സ്റ്റോക്ക് ബൈങ് നടത്തിയാൽ അവർ വിചാരിക്കും ഈ സ്റ്റോക്ക് വളരെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്, ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഹോൾഡ് ചെയ്യാം. ഇവിടെയാണ് ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യണമെന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് മോശമായി, ഗ്ലോബലി സെയിൽസ് മോശമായി, ഓവറോൾ സെല്ലിംഗ് പ്രഷർ വന്നു. ഈ സ്റ്റോക്കിൽ ഒരു സെൽ ട്രിഗർ ചെയ്തു. ഈ സമയത്ത് ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറണം. പലപ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോസ് ബുക്ക് ചെയ്യാനുള്ള കറേജ് ഇല്ല എന്നുള്ളതാണ്. ഒരു സ്റ്റോക്ക് ബൈങ് നടത്തിയാൽ പ്രോഫിറ്റ് വരുമ്പോൾ, ഞാൻ പലപ്പോഴും മാർക്കറ്റ് വാച്ചിൽ പറഞ്ഞതാണ്, 4-5 രൂപ അല്ലെങ്കിൽ 1% കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ ഒരു ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ട്രേഡർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ മിനിമം പ്രോഫിറ്റും മാക്സിമം ലോസിലേക്ക് വരികയാണ്. 320-ക്ക് ടാറ്റ മോട്ടോഴ്സ് മേടിച്ചാൽ 325, 330 ലെവൽ വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറും. അതേ സമയത്ത് ഈ സ്റ്റോക്ക് ലോവർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അത് ക്യാരി ഓവർ ചെയ്തു പൊസിഷൻ അപ്പോൾ കംപ്ലീറ്റ് പൊസിഷൻ ക്യാരി ഓവർ ചെയ്ത് പോവുകയാണ്. ഈ പൊസിഷൻ ക്യാരി ഓവർ ചെയ്ത് പോകുമ്പോൾ കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോകും. 2 months കൊണ്ടാണ് 100 rupees കറക്ഷൻ, ഓൾമോസ്റ്റ് 30% കറക്ഷൻ ടാറ്റ മോട്ടോഴ്സിൽ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള വരുമ്പോൾ മാക്സിമം ലോസിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൻ്റെ ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാൻ നോർമലി ഒരു ഇൻവെസ്റ്റർക്ക് സാധിക്കുക, അല്ലെങ്കിൽ നോർമൽ ട്രേഡർക്ക് സാധിക്കുന്നത്. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ട്രെൻഡിനനുസരിച്ച് മൂവ്. ട്രെൻഡ് റിവേഴ്സായി സ്റ്റോക്കിൻ്റെ റിസൾട്ട് മോശമായി. ടാറ്റ മോട്ടോഴ്സ് വളരെ നല്ല കമ്പനിയാണ്, റിസൾട്ട് മോശമായി, ഗ്ലോബലി ഇവരുടെ സെയിൽസ് മോശമായി. ഈ അവസരത്തിൽ ആ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ ഒരു നോർമൽ ട്രേഡർക്ക് സാധിക്കില്ല. അതല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് സെൽ ട്രിഗർ ചെയ്താൽ സെല്ല് ചെയ്ത് ബൈ ചെയ്യാൻ സാധിക്കും. സെല്ലിംഗ്
ആൻഡ് ബൈയിങ്. ഇത് ഒരു നോർമൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് സാധിക്കില്ല. കാരണം അവർ പലപ്പോഴും ബൈ ആൻഡ് സെൽ ആണ്. ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സ് ആയാൽ സ്റ്റോക്ക് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കണം. അതുപോലെ നമുക്കറിയാം മാരുതിയിൽ റീസെൻ്റായിട്ട് ഉണ്ടായ മനേസ പ്ലാന്റിലുണ്ടായ ക്രൈസിസ്, ആ സ്ട്രൈക്ക് ആ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തു. നോർമലി ഇൻവെസ്റ്റർ എന്ത് ചെയ്യും, ആ സ്റ്റോക്ക് ബൈയിങ് നടത്തിയാൽ ഈ ന്യൂസുകൾ അറിയില്ല, ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാൻ ഉള്ള കറേജ്, ലോസ് ബുക്ക് ചെയ്യാനുള്ള കറേജ് നോർമൽ ട്രേഡേഴ്സിനില്ല. അപ്പോൾ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നില്ല? ഇതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ആളുകൾക്ക് ട്രേഡ് ചെയ്ത് പൈസ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് 10 to 15 ഇയേഴ്സിൻ്റെ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് റൺ സ്റ്റോക്ക്, നമ്മുടെ മുന്നിൽ കാണുന്ന നല്ല സ്റ്റോക്കുകൾ 10 to 15 ഇയേഴ്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് മൾട്ടി ഫോൾഡ് റിട്ടേൺ ആണ്. അതേസമയത്ത് അത്രയും റിട്ടേൺ കൊടുക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തുകൊണ്ട് ആളുകൾ വരുന്നില്ല? ഈ ഡേ ട്രേഡിങ്ങിൽ ആളുകൾ പൈസ നഷ്ടപ്പെടുത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡേ ട്രേഡിങ്ങിൽ നിന്ന് നോർമൽ ഇൻവെസ്റ്റർ, സാധാരണ ഇൻവെസ്റ്റർ മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. കാരണം 98% ആളുകൾക്കും ഡേ ട്രേഡിങ്ങിൽ പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ വളരെയധികം കറേജ് ഉണ്ടാകണം, ഡിസിഷൻ മേക്കിംഗ്, ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യാനൊക്കെയുള്ളൊരു കറേജ്, അതുപോലെ നോളജ്, ചാർട്ട് റീഡ് ചെയ്യാനുള്ള നോളജ്, ഇതൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ നിഫ്റ്റി 5200 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. അതൊരു മേജർ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം 5200 വന്നതിന് ശേഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. അതിനുശേഷം വൺസ് 5200 ബ്രേക്ക് ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു? ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരം ചാർജ് എടുത്തോടുകൂടി പുതിയ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള അസംഷനിൽ 5200 ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തു. വൺസ് 5200 മുകളിൽ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്താൽ ദെൻ നമ്മൾ പറഞ്ഞു 5360, 5400 ലെവലിലേക്ക് മൂവ് ചെയ്യാമെന്ന്. ഇതൊരു നോർമൽ ഇൻവെസ്റ്റർ ട്രെൻഡ് റിവേഴ്സ് ആയാൽ അതിന് ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യാൻ സാധിക്കണം. നോർമലി അത് സാധിക്കാത്തതുകൊണ്ടാണ് എല്ലാ ഇൻവെസ്റ്റർക്കും നഷ്ടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മാർക്കറ്റ് വാച്ച് ഡേ ട്രേഡിംഗ് എൻ്റർടൈൻ ചെയ്യാത്തത്. കാരണം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് സ്റ്റോക്ക് മാർക്കറ്റിന് ഉപയോഗിക്കുക, നമ്മളുടെ മുന്നിൽ കാണുന്ന വളരെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെയധികം കറക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു. മഹീന്ദ്ര വളരെ പോസിറ്റീവായുള്ള റിസൾട്ട് വന്നു, അത് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് റീസെൻ്റായിട്ട് കുറച്ച് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. അതിൻ്റെ ഒരു റീസൺ ഗ്ലോബലി അവരുടെ സെയിൽസ് ബെറ്ററായി. കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഗ്ലോബൽ സെയിൽസ് മോശമായി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് താഴേക്ക് പോയ സമയത്താണ് വീണ്ടും ഗ്ലോബൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്തു. ലാസ്റ്റ് വീക്ക് 3% ബെറ്ററായി. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇൻഫ്ലേഷൻ കുറഞ്ഞു വന്നൊരു സമയത്ത് HDFC ബെറ്ററായി. എന്താണ് അതിൻ്റെ റീസൺ? ഒന്ന്, ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് HDFCയിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു. ഇതൊരു നോർമൽ ഇൻവെസ്റ്റർ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ മാക്രോ ഇക്കണോമിക് സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രായോഗികമല്ല. അതുകൊണ്ടാണ് അവർ അതിൽ നിന്ന് മാറി നിൽക്കുക, ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അടുത്ത കത്തിലേക്ക് കടക്കുന്നു. ശ്രീ ജോസ് മസ്കറ്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മെയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം വിപണിയിൽ സജീവമായി നിക്ഷേപിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അറിയേണ്ട ചില സ്റ്റോക്കുകൾ: പുഞ്ച് ലോയിഡ്, TV18, വീനസ് റെമഡീസ്, പട്ടേൽ എഞ്ചിനീയറിംഗ്, JK ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് ആൻഡ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇത് ഫണ്ടമെൻ്റലി സ്റ്റോക്കുകൾ വളരെ നല്ലതാണ്. ഇതിൽ പുഞ്ച് ലോയിഡ് റീസെൻ്റായിട്ട് റിസൾട്ട് വളരെ മോശമായിരുന്നു. കുറച്ച് നാളുകളായി പുഞ്ച് ലോയിഡിൻ്റെ റിസൾട്ട് മോശമാണ്, ഡെറ്റ് കൂടുതലാണ്. ഇതിൻ്റെ ഈ ഒരു ലോവർ ലെവലിൽ സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. ഗവൺമെൻറ് ലെവലിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും ലോവർ ലെവലിൽ മൂവ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ഈ സ്റ്റോക്കിലൊരു അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്ക് ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ടെക്നിക്കലി 46 and 4150 ആണ് സ്റ്റോക്കിൽ രണ്ട് സപ്പോർട്ട് ലെവൽ. 5850 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ TV18 ആണ്, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. ഈ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരിക്കലും പ്രോഫിറ്റ് ഈ സെക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ മാനേജ്മെൻറ്റ് ലെവൽ വളരെ കേപ്പബിൾ ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ TV18 അഡ്വൈസബിൾ അല്ല. അതേസമയം ഒരു 4 to 5 years ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 1950 and 1750 രണ്ട് ടെക്നിക്കൽ സപ്പോർട്ട് ലെവലാണ്. 24 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വീനസ് റെമഡീസ് ആണ്, അതൊരു ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഒരു ആവറേജ് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്നു. വാല്യുവേഷൻ കുറച്ചൊരു ലോവർ ലെവലിലാണ്. സ്മോൾ ക്യാപ്പ് സ്റ്റോക്കാണ്. അതുകൊണ്ട് ലിക്വിഡിറ്റി ഒരു കൺസേൺ ആണ്. ലിക്വിഡിറ്റി വളരെയധികം കുറവാണ്. പക്ഷേ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. വാല്യുവേഷൻ ലോവർ ലെവലിലാണ്. 195 and 178 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 230 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പട്ടേൽ എഞ്ചിനീയറിംഗ് ആണ്. പട്ടേൽ എഞ്ചിനീയറിംഗും ഫണ്ടമെൻ്റലി സൗണ്ടാണ്. വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ നേരിട്ടു. ഇപ്പോഴത്തെ നിലയിൽ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ്. 74 and 70 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 91 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ കുറവാണ്.
ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 2 to 3 years ഒരു ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം പട്ടേൽ എഞ്ചിനീയറിംഗ് അഡ്വൈസബിൾ. പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, ചിലപ്പോൾ ഷോർട്ട് ടൈമിൽ നമുക്കൊരു ഗെയിൻ ലഭിക്കാം. ഇപ്പോൾ റീസെൻ്റായിട്ട് 4800 നിന്നും മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് 5360 വന്നിരിക്കുകയാണ്. അത് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മൂവായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന റീസൺ FISൻ്റെ പാർട്ടിസിപ്പേഷനായിരുന്നു. അതുകൊണ്ട് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഗെയിനിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ അപ്സൈഡ് വരുമ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത്. പലപ്പോഴും സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. ദെൻ JK ടയർ ആണ്. JK ടയർ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഇപ്പോൾ റബ്ബർ പ്രൈസ് കുറഞ്ഞു വരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും JK ടയർ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ തന്നെയാണ്. 98 and 88 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 88 വളരെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ആണ്. പക്ഷേ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ആ 88 ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. 123 ആണ് JK ടയറിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ലാസ്റ്റ് റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നേരിട്ടത്. അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ എന്ന് പറയുന്ന ലെവൽ 2118 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 18 ലെവൽ ഞാൻ പറഞ്ഞതുപോലെ വരണമെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ 18 ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 21 ആണ്. 26 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ്. എല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ അടുത്തൊരു 2 to 3 year ഡൗൺ ദ ലൈൻ ഒരു ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. ഈ ഒരു ലെവൽ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കുകളെല്ലാം തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഒരു പോർട്ട്ഫോളിയോയാണ്. പല സ്റ്റോക്കുകൾ ഇപ്പോൾ TV18 ഒക്കെ ഒരു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കേണ്ട സ്റ്റോക്കാണ്. അതുപോലെ പുഞ്ച്, വീനസ് റെമഡീസ്, പട്ടേൽ എഞ്ചിനീയറിംഗ്, JK ടയറൊക്കെ ഷോർട്ട് ടൈം, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒക്കെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ചിലപ്പോൾ നമുക്ക് ഗെയിൻ ലഭിക്കാം. എന്തായാലും ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അടുത്ത കത്തിലേക്ക് കിടക്കാം. ലിൻഡു ഫിലിപ്പിൻ്റെ കത്താണ്. ഇടുക്കിയിൽ നിന്നാണ് ലിൻഡുവിൻ്റെ കത്ത്. ലിൻഡുവിന് അറിയേണ്ടത് സൗത്ത് ഇന്ത്യൻ ബാങ്കും ലാൻകോ ഇൻഫ്രാടെക്കുമാണ്. ഒപ്പം തന്നെ വിഗാർഡ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ അവസ്ഥയിൽ ബൈ ചെയ്യാൻ പറ്റുമോ എന്നും ലിൻഡു ചോദിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാര്യം നേരത്തെ ഭുവനേന്ദ്രൻ കഴിഞ്ഞ കത്തിൽ പറഞ്ഞു. ഇനി ലാൻകോയും വിഗാർഡും. ലാൻകോ ഇൻഫ്ര ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല, എന്നാൽ വാല്യുവേഷൻ കുറച്ചൊരു ലോവർ ലെവലാണ്. 1140 and 980 രണ്ട് ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 16 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വിഗാർഡിനെ സംബന്ധിച്ച് ലാസ്റ്റ് റിസൾട്ടിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം ഒരു ഗെയിനിന് വേണ്ടി ഇപ്പോഴത്തെ രീതിയിൽ വിഗാർഡിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 420 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 391 ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. അതുപോലെ 480 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. വിഗാർഡൊക്കെ മാർക്കറ്റ് വാച്ചിൽ പലപ്പോഴും റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വളരെ പേഷ്യൻസോട് കൂടി, അതുപോലെ വോക്കാർഡ്, ഇതൊക്കെ ഇമ്മീഡിയറ്റ് വളരെ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തതാണ്. ഇപ്പോൾ പല സ്റ്റോക്കുകളും നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മളുടെ പ്രതീക്ഷിക്കാത്ത ചില സമയത്ത് സ്റ്റോക്കുകളിൽ ഒരു അപ്മൂവ് ഉണ്ടാവില്ല. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ നല്ല റിസൾട്ട് വരുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് പലപ്പോഴും ലഭിക്കാറുണ്ട്. വിഗാർഡിനെ സംബന്ധിച്ച് റിസൾട്ടിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ലഭിച്ചു. ഇപ്പോഴത്തെ നിലയിൽ ഈ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിരിക്കും. മാർക്കറ്റ് വാച്ചിന് ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ് എക്സിക്യൂട്ടീവ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിന് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.